മനുഷ്യജീവിതത്തിന് നിത്യപ്രചോദനമാണ് ഭാരതീയ ഇതിഹാസമായ മഹാഭാരതത്തിൻ്റെ ഭാഗമായ ഭഗവത്ഗീത എന്ന വിശുദ്ധ ഗ്രന്ഥം. ഭഗവത്ഗീതയെക്കുറിച്ച് കൂടുതൽ നമുക്കറിയാം. പള്ളിപ്പുറം ശാന്തിനിലയം ആശ്രമത്തിലെ ആചാര്യൻ സ്വാമി തത്വരൂപാനന്ദ സരസ്വതിയിൽ നിന്നും. സ്വാമിജി നമസ്കാരം. നമസ്കാരം. ഭഗവത്ഗീത മഹാഭാരതത്തിൻ്റെ മധ്യത്തിലായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. മഹാഭാരതത്തിൻ്റെ തന്നെ ഭാഗമാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീത ഒരു സംവാദ രൂപത്തിലാണ്. ശ്രീകൃഷ്ണൻ അർജുനനോട് ഉപദേശിക്കുന്ന ഒരു ഉപദേശമാണ് ഭഗവത്ഗീത. ആ ഉപദേശം സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് ഉപദേശിക്കുന്നതാണ്. അതാണ് ഭഗവത്ഗീത തുടങ്ങുന്നത് തന്നെ ധൃതരാഷ്ട്ര ഉവാച എന്ന് പറയുന്നത്. ധൃതരാഷ്ട്ര ചോദിക്കുകയാണ്, കൗരവന്മാരും പാണ്ഡവന്മാരും കുരുക്ഷേത്രത്തിൽ യുദ്ധത്തിനായിട്ട് വന്നു നിൽക്കുന്നു, അവരെന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ പാണ്ഡവന്മാരും കൗരവന്മാരും ഒത്തുചേർന്ന് അവരെന്ത് ചെയ്തു? അതിന് ഉത്തരമായിട്ട് പറയുന്നതാണ് ഭഗവത്ഗീത. ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ളൊരു സംവാദം 18 അധ്യായങ്ങളിലായിട്ട് ഈ ഉപദേശം നീണ്ടു കിടക്കുന്നുണ്ട്. 18 അധ്യായങ്ങൾ. ഉപദേശിക്കാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, പാണ്ഡവന്മാരും കൗരവന്മാരും യുദ്ധം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അർജുനൻ പാണ്ഡവന്മാരിലെ മുഖ്യമായിട്ടുള്ളൊരു യോദ്ധാവാണ് അർജുനൻ. അർജുനൻ വളരെ കാലമായിട്ട് ഈ യുദ്ധത്തിനായിട്ട് തയ്യാറെടുക്കുകയാണ്. വനവാസകാലത്ത് പോലും പലതരത്തിലുള്ള ആയുധങ്ങൾ നേടാനായിട്ട് തപസ് ചെയ്ത് അതെല്ലാം നേടി അജ്ഞാതവാസ കാലത്തും എല്ലാം ഇതിനായിട്ട് തയ്യാറെടുക്കുകയാണ്. അതായത് യുദ്ധമല്ലാതെ വേറെ ഒരു വഴിയില്ല എന്ന് പൂർണ്ണമായിട്ട് അവർക്ക് മനസ്സിലായി. യുദ്ധം ഒഴിവാക്കാനായിട്ട് പാണ്ഡവന്മാരും വളരെയധികം പരിശ്രമിച്ചു. കൃഷ്ണനെ ദൂതനായിട്ട് അയച്ചു. കൃഷ്ണനെ ദൂതനായിട്ട് അയച്ചിട്ട് കൃഷ്ണൻ വളരെയധികം കോംപ്രമൈസ് ചെയ്യാൻ നോക്കി. അവർക്ക് 5 ഗ്രാമങ്ങൾ കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ 5 വീട് കൊടുക്കും, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു വീടിന് 5 മുറികൾ കൊടുക്കും. ഇപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, സൂജ്യഗ്രം ന ദാസ്യാമി വിനാ യുദ്ധേന കേശവാൻ. സൂചി കുത്താൻ ഇടം നൽകില്ല അല്ലേ? ഒരു സൂചി കുത്താനുള്ള പഴുത് പോലും ഞാൻ കൊടുക്കില്ല. പിന്നെ പാണ്ഡവന്മാർക്ക് വേറെ ഒരു മാർഗമില്ല, യുദ്ധം മാത്രമേ അവരുടെ മുമ്പിൽ അവശേഷിക്കുന്നുള്ളൂ. യുദ്ധത്തിന് തയ്യാറായി പാണ്ഡവന്മാരും കൗരവന്മാരും കുരുക്ഷേത്രത്തിൽ അണിനിരന്ന് യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെടുക. ഇത് യുദ്ധത്തിന് മുൻപായിട്ടൊരു രംഗം നടക്കുന്നുണ്ട്. യുദ്ധക്കളത്തിൽ വന്നതിന് ശേഷം യുദ്ധം തുടങ്ങാനായിട്ട് തീരുമാനിച്ചു. യുദ്ധക്കളത്തിൽ 2 പേരും വന്ന് നിൽക്കുന്നു. യുധിഷ്ഠിരൻ നിരായുധനായിട്ട് നേരെ കൗരവ സൈന്യത്തിന് അഭിമുഖമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. എല്ലാവരും വിചാരിച്ചു, യുധിഷ്ഠിരൻ എന്താ ചെയ്യുന്നത്? ഈ സമയത്ത് നിരായുധനായിട്ട് എതിർ സൈന്യത്തിലേക്ക് പോകുന്നു. അർജുനൻ കൃഷ്ണനോട് ചോദിച്ചു, ഈ എന്താ സംഭവിക്കുന്നത് ഇവിടെ? യുദ്ധത്തിന് വന്നല്ലേ നമ്മൾ? കൃഷ്ണൻ പറഞ്ഞു, ഒന്നും സംസാരിക്കേണ്ട, ജ്യേഷ്ഠനെ പിന്തുടർന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ യുധിഷ്ഠിരൻ്റെ പിന്നാലെ പാണ്ഡവന്മാർ പോകുന്നു. യുധിഷ്ഠിരൻ ആദ്യമായിട്ട് ചെന്ന് തൻ്റെ ആചാര്യനായിരിക്കും ദ്രോണരെ നമസ്കരിക്കുന്നു. ഭീഷ്മരെ നമസ്കരിക്കുന്നു. ഭീഷ്മരെ വെറും നമസ്കരിക്കുക മാത്രമല്ല, ഭീഷ്മരോട് ചോദിച്ചു, അങ്ങയെ വധിക്കാനുള്ള മാർഗം എന്താണെന്ന്. ഭീഷ്മർ പറഞ്ഞു, പിന്നീട് വരൂ, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയും അത്രയും ആ പ്രതിസന്ധി ഘട്ടത്തിലും തൻ്റെ ആചാര്യന്മാരുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് യുദ്ധം ജയിക്കാനായിട്ട് സാധിക്കൂ. അതൊരു ഗുരുത്വമാണ്. ആ ഗുരുത്വമാണ് അവിടെ കാണിക്കുന്നത്. അവിടെ ഭീഷ്മർ പറയുന്നുണ്ട്,
നീ വന്ന് ചോദിച്ചില്ല എങ്കിൽ ഒരു പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു ശാപമുണ്ടായേനെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ എതിർ സൈന്യത്തിലാണ് നിൽക്കുന്നത്, എന്നിരുന്നാലും നിങ്ങളുടെ വിജയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെ തിരിച്ചു പോകുന്നു. യുദ്ധം തുടങ്ങാറായി. വീണ്ടും അർജുനൻ പറയണേ, യുദ്ധം തുടങ്ങാറായിരിക്കുന്നു, എനിക്ക് ആരോടെല്ലാമാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയണം. അതുകൊണ്ട് കൃഷ്ണ, എൻ്റെ ഈ തേരിനെ 2 സൈന്യത്തിൻ്റെയും മധ്യത്തിലായിട്ട് കൊണ്ട് നിർത്തും. എനിക്ക് എല്ലാവരെയും വേണ്ടതുപോലെ കാണണം. കൃഷ്ണൻ അറിയായിരുന്നു ഈ ഒരു യുദ്ധം മുൻപ് അർജുനൻ ചെയ്ത ഒരു യുദ്ധം പോലെയുള്ള ഒരു യുദ്ധമല്ല ഇത്. അല്ല. കാരണം എന്താണ് ചോദിച്ചാൽ, മുൻപുള്ള യുദ്ധങ്ങളെല്ലാം അർജുന് പരിചയമില്ലാത്തവരുമായിട്ടുള്ള യുദ്ധം. പ്രതിയോഗികൾ മറ്റാരൊക്കെയാണ്, ബന്ധുക്കളല്ല. ഇവിടെ പ്രതിയോഗികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടപ്പറപ്പുകൾ. അപ്പം ആ സമയം വന്നപ്പോൾ അർജുനൻ്റെ മനസ്സിലുള്ള എല്ലാ വികാരങ്ങളും പുറത്തു വരികയാണ്. വിഷാദമായി മാറി. പിന്നെ ആ വികാരങ്ങൾ രാഗദ്വേഷൻ, രാഗം, മെയിനായിട്ട് രാഗമാണ്. ഞാൻ എൻ്റെ ആൾക്കാരാണ് ഇവരെല്ലാം പോയി കഴിഞ്ഞിട്ട് ഈ യുദ്ധം ജയിച്ചിട്ട് ഈ യുദ്ധാനന്തരം കിട്ടുന്ന ഈ സമ്പത്തും സൗഭാഗ്യവും ആരായിട്ട് പങ്കിടാൻ? അപ്പോൾ യുദ്ധത്തിന് ഒരർത്ഥമില്ലാത്ത പോലെ ഈ അർജുനൻ പറയാണ്, എനിക്ക് യുദ്ധം ചെയ്യണ്ട, എനിക്ക് തിരിച്ച് കാട്ടിലേക്ക് ഞാൻ പോകാം. ഈ യുദ്ധം വാസ്തവത്തിൽ ആർക്കും പ്രയോജനമില്ല. നമ്മൾക്കും പ്രയോജനമില്ല, അവർക്കും പ്രയോജനമില്ല. അങ്ങനെ പ്രയോജനമില്ലാത്തൊരു യുദ്ധം ചെയ്തിട്ട് എന്തിനാ? അവിടെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ ഈ അർജുനൻ പറയുകയാണ്, അവർ മഹാദുഷ്ടന്മാരായിരിക്കും, പക്ഷെ ആ മഹാദുഷ്ടന്മാരെ കൊല്ലാനായിട്ട് എനിക്ക് സാധ്യമല്ല. ആതതായി എന്ന് പറയുന്നത്. അങ്ങനെ ആതതായികളാണെങ്കിലും ഞാൻ അവരെ വധിക്കുന്നില്ല, എനിക്ക് തിരിച്ചു പോയാൽ മതി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ആ യുദ്ധത്തിൽ വരുന്ന യോദ്ധാക്കളെല്ലാം നല്ല ആരോഗ്യമുള്ള സൈനികന്മാരാണ് വരുന്നത്. അവരാണ് അവരുടെ കുടുംബത്തെ നോക്കേണ്ടത്. ആ സൈനികൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിൻ്റെ അത്താണി ഇല്ലാതായി പോകും. അങ്ങനെ കുടുംബങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ സമൂഹം നശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം വ്യവസ്ഥ നശിക്കും. അതുകൊണ്ട് ഈ യുദ്ധം ഒരിക്കലും ഒരു സമാധാനത്തിന് വക നൽകുന്നില്ല. അതുകൊണ്ട് കൃഷ്ണ, എനിക്ക് യുദ്ധം ചെയ്യേണ്ട, എനിക്ക് തിരിച്ചു പോയാൽ മതി. അപ്പോൾ അവിടെ അർജുനൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്, മനസ്സിലായില്ലേ? അർജുനൻ്റെ സ്ഥാനത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ അർജുനൻ പറയുന്നത് ശരിയാണ്. പക്ഷേ അർജുനൻ ഒരു വ്യക്തിയല്ല. അർജുനൻ എന്ന് പറയുന്നത് ഒരു രാജകുമാരനാണ്, ക്ഷത്രിയനാണ്. ക്ഷത്രിയനായിരിക്കുന്ന അർജുനന് തീർച്ചയായിട്ടും ക്ഷത്രിയ ധർമ്മമുണ്ട്. ആ ധർമ്മം വേണ്ടതുപോലെ പരിപാലിക്കേണ്ടത് അർജുനൻ്റെ കടമയാണ്. അത് പാലിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അർജുനൻ ധർമ്മവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായി. അങ്ങനെ ആ ധർമ്മത്തിൽ നിന്ന് തെന്നിപ്പോകുന്ന അർജുനനെ ധർമ്മനിഷ്ഠനാക്കാനാണ് ഭഗവത്ഗീത ഉപദേശം. ആ അർജുനനെ തൻ്റെ ധർമ്മത്തെക്കുറിച്ച് ബോധിപ്പിച്ച് അർജുനൻ തന്നെ പറയുന്നുണ്ട്, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല കൃഷ്ണ, ഞാൻ കൃഷ്ണനെ ശരണം പ്രാപിക്കുന്നു, അങ്ങ് എന്ത് പറയുന്നുവോ അത് ഞാൻ ചെയ്യാമെന്ന്. അവിടെ ഇത് വലിയൊരു പാഠമാണിത്, നമുക്ക് മനസ്സിലായില്ലേ? നമുക്ക് എപ്പോഴെല്ലാമാണ് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റാത്തൊരു സംശയാസ്പദമായിട്ടുള്ള നിമിഷങ്ങളിൽ, അപ്പോഴൊക്കെ നമ്മുടെ ആ സംശയം, എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഞാനൊരു സംശയാലുവാണ്, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് അങ്ങ് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്ന ഈ ശിഷ്യന് വേണ്ട ഉപദേശങ്ങൾ തന്നാലും എന്ന് പറയും.
അപ്പോൾ ഇതാണ് ഒരു ഭഗവത്ഗീതയുടെ ഒരു മൊത്തത്തിലുള്ളൊരു പശ്ചാത്തലം. മനസ്സിലായില്ലേ? ആദിശങ്കരാചാര്യർ, സ്വാമി വിവേകാനന്ദൻ മുതൽ മഹാത്മാഗാന്ധി, APJ അബ്ദുൽ കലാം, ഭാരതത്തിലുള്ളവരും ലോകപ്രശസ്തരുമായിട്ടുള്ള അനേകം ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയൊരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ, ഇന്നും ഈ പ്രസൻറ്റ് ലൈഫിലും ഗീതയുടെ ഒരു പ്രസക്തിയെ എങ്ങനെയാണ് സ്വാമിജി വർണ്ണിക്കുക? ഗീതയിൽ ഒരുപാട് നമുക്കെല്ലാം പ്രചോദനം തരുന്ന ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. ഒരു ചെറിയ ഒരുപാടുണ്ട്. എൻ്റെ മനസ്സിൽ തോന്നുന്ന ചില ശ്ലോകങ്ങൾ ഞാൻ പറയാം. ഒന്നാണ് 2-ാമത്തെ അധ്യായത്തിലുള്ള ഒരു ശ്ലോകമാണ്. അതിൽ പറയുന്നത്, മാത്രാ സ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണ സുഖ ദുഃഖദാഹ ആഗമ പായിനോ അനിത്യാഹ താൻ തിദിക്ഷസ്വ ഭാരത. മാത്രാ സ്പർശാസ്തു, മാത്ര എന്ന് പറഞ്ഞ ഇന്ദ്രിയങ്ങൾ, സ്പർശ എന്ന് പറഞ്ഞ ഇന്ദ്രിയ വിഷയങ്ങൾ. ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളുമായിട്ടുള്ള ഒരു വ്യവഹാരമാണ് മനുഷ്യജീവിതം, അല്ലേ? അതെ. എവിടെ നമ്മൾ ജനിച്ചാലും നമ്മൾക്ക് ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ വിഷയങ്ങളെ കാണുന്നു. ആ കണ്ടതിനെ തുടർന്ന് നമ്മുടെ മനസ്സിൽ പലതരത്തിലുള്ള വിചാരങ്ങളും വികാരങ്ങളും വരുന്നു. അപ്പോൾ മാത്രാ സ്പർശാസ്തു കൗന്തേയ, ഇതെങ്ങനെയാണ്? നമ്മൾ ഈ ലോകത്തിൽ വ്യവഹരിക്കുമ്പോൾ ആ വ്യവഹാരത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ശീതോഷ്ണ സുഖ ദുഃഖദാഹ. ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം എന്ന് പറഞ്ഞാൽ ദ്വന്ദ്വങ്ങളാണ് നമ്മുടെ ജീവിതം. ഇന്ന് ഞാൻ സുഖമായിട്ടിരിക്കുന്നു, ദുഃഖം വരുന്നു, തണുപ്പ്, ചൂട്, ഇതെല്ലാം മാറി. ചില തണുപ്പ് എപ്പോഴും സുഖമാവണമെന്നില്ല, ചൂട് എപ്പോഴും സുഖമാണെന്നില്ല. തണുപ്പ് കാലത്ത് ചൂട് സുഖമാണ്, ചൂട് കാലത്ത് തണുപ്പ് സുഖമാണ്. അപ്പോൾ അവയ്ക്കൊന്നൊരു ശാശ്വതമായിട്ടുള്ള, ഇപ്പോൾ ചൂട് സുഖമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, തണുപ്പ് സുഖമാണെന്ന് പറയാൻ പറ്റില്ല. അത് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ സാഹചര്യത്തിനനുസരിച്ച് അവയുടെ സുഖവും ദുഃഖവും തരുന്ന കഴിവ് മാറിക്കൊണ്ടിരിക്കും. ഒരു ഏപ്രിൽ മാസത്തിൽ വലിയ ചൂടുള്ളപ്പോൾ AC ഉണ്ടെങ്കിൽ ഉറങ്ങുമെന്ന് പറയുന്നവർ ഒരു ജൂലൈ മാസത്തിൽ AC ഇട്ടാൽ അത് ഓഫ് ചെയ്യാൻ പറയും, അല്ലേ? അതാണ്. അപ്പോൾ ഇതാണ് സുഖദുഃഖങ്ങൾ ഉണ്ട് എന്നുള്ളത്. ഈ സുഖദുഃഖങ്ങൾ വരും. ഇങ്ങനെയുള്ള ദ്വൈത അനുഭവങ്ങൾ വരുമ്പോൾ പറയണം, മാത്രാ സ്പർശാസ്തുക്കം ശീതോഷ്ണ സുഖദുഃഖം. ഇവയുടെ നേച്ചർ, ഈ സുഖവും ആഗമ അപായി, ഇത് വരുന്നു പോകുന്നു, അത് നിൽക്കില്ല. ഇന്ന് ശീതമാണെങ്കിൽ നാളെ ഉഷ്ണമാണ്, ഇന്ന് സുഖമാണെങ്കിൽ നാളെ ദുഃഖമാണ്, ഇന്ന് ദുഃഖമാണെങ്കിൽ നാളെ സുഖമുണ്ടാകും. അപ്പോൾ സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ടാകും, സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്, ദുഃഖമുണ്ടെങ്കിൽ സുഖവുമുണ്ട്. ഇനി സുഖം മാത്രമാണെങ്കിൽ ദുഃഖത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല, മനസ്സിലായില്ലേ? ഇനി ദുഃഖം മാത്രമാണെങ്കിൽ സുഖത്തെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധ്യമല്ല. ഈ സുഖദുഃഖങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് സുഖം വേണമെന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് വരുന്നത്. സുഖം വേണം, ദുഃഖം വേണ്ട എന്നുള്ളത്. അവിടെ കൃഷ്ണൻ തരുന്ന വലിയൊരു ഉപദേശമാണ്, ഇവ വന്നു പോകുന്നതാണ്, അതുകൊണ്ട് ഇവ നിത്യമല്ല. ആഗമ പായിനഃ അനിത്യാഹ, അനിത്യം എന്ന് പറഞ്ഞാൽ നിത്യമല്ല. അതുകൊണ്ട് എന്ത് വേണം? താൻ തിദിക്ഷസ്വ ഭാരത, ഹേ ഭാരത, അല്ലയോ അർജുന, ഇവയെ നീ സഹിച്ചോളൂ. ഇനി ഒരാൾ പറയണം എനിക്ക് സഹിക്കാൻ പറ്റില്ല, എന്നാലും സഹിച്ചു. സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സഹിച്ചേ തീരും. അപ്പോൾ ഇത് ഒരു ജീവിതത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു സന്ദേശം കൃഷ്ണൻ ഈ ഒറ്റ ശ്ലോകം കൊണ്ട് തരികയാണ്. ഇതാണ് മനുഷ്യജീവിതം. മനുഷ്യജീവിതം എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ ഇന്ദ്രിയ വിഷയങ്ങളെ അനുഭവിക്കുന്നു. ഇന്ദ്രിയ വിഷയങ്ങളെ അനുഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും സുഖവും ദുഃഖവും നമുക്കുണ്ടാകും. ഈ സുഖദുഃഖങ്ങൾ എന്നുള്ളത് വന്നു പോകുന്നതാണ്, അത് നിത്യമല്ല. അതുകൊണ്ട് അവയെ നീ സഹിക്കുക. സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താ വിലാപരഹിതം സാ തിതിക്ഷാ നിഗദ്യത. ഇതന്നെ ശങ്കരാചാര്യ സ്വാമികൾ വിവേക ചൂടാമണി എന്നുള്ളൊരു ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്താണ് തിതിക്ഷ? തിതിക്ഷ എന്ന് പറഞ്ഞാൽ സഹനശക്തി.
സഹനശക്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സഹനം സർവ്വദുഃഖാനാം, എല്ലാ ദുഃഖങ്ങളെയും സഹിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ വളർത്തിയെടുക്കണം. അപ്രതീകാരപൂർവകം, അങ്ങനെ നമുക്ക് ഈ സഹനശക്തി എന്നുള്ളത് അതിനോടൊരു പ്രതികാര ബുദ്ധി പാടില്ല. ഇപ്പോൾ നല്ല ഒരു ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള ഒരാൾ വന്ന് നമ്മളോട് ഇടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ സഹിക്കും, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവനെ നേരിടാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് നമ്മൾ സറണ്ടർ ചെയ്തിരിക്കുന്നു. മനസ്സിലായില്ല? ഇനി വേറൊരാൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കഴിവ് കാണിക്കും. നമ്മളെക്കാളും ചെറിയ കഴിവില്ലാത്ത ആരോഗ്യമില്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ കഴിവ് നമ്മൾ കാണിക്കും. അപ്പം അങ്ങനെയല്ല, പ്രതികാര ബുദ്ധി ഒരിക്കലുമില്ല. ചിന്താവിലാപര ഞാൻ അങ്ങനെ സഹിച്ചുവല്ലോ, എന്നെ കൊള്ളരുതാത്തവനാക്കിയല്ലോ, അങ്ങനെയുള്ള വിചാരമൊന്നുമില്ല. അങ്ങനെ ഒരു ചിന്ത, ഒരു വിലാപവും ഉള്ളിലില്ല. അങ്ങനെയുള്ളതിനെയാണ് തിദീക്ഷ എന്ന് പറയുന്നത്. അത് നമ്മൾ വളർത്തിയെടുക്കുക തന്നെ വേണം, നിരന്തരമായിട്ട് ചിന്തിച്ച് വളർത്തിയെടുക്കണം. ഇത് ഒരു വലിയൊരു ഉപദേശമാണ്. ഞാൻ ഭഗവത്ഗീത വായിക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്ന ഒരു ശ്ലോകമാണിത്. ഭക്തി, കർമ്മം, ജ്ഞാനം, ഈ വഴികളിലൂടെയൊക്കെ മനുഷ്യൻ സഞ്ചരിക്കുന്നതിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഭഗവത്ഗീത. ഈ വിഷാദയോഗത്തിൽ നമ്മൾ അകപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങൾ എത്രയോ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴൊക്കെ അവിടെ കൃഷ്ണൻ അർജുനനെ ഉപദേശിച്ച് ശക്തനാക്കുന്നത് പോലെ സ്വാമിയെ പോലുള്ള ആചാര്യന്മാരിലൂടെ ഭഗവത്ഗീത ശ്രവിച്ചുകൊണ്ട് സ്വയം ഊർജം കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് എന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് തോന്നാം, വാസ്തവത്തിൽ നമ്മുടെ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ, ഭഗവത്ഗീത, ഉപനിഷത്ത്, ഇതെല്ലാം തന്നെ നമ്മൾ ഒരാളിൽ നിന്ന് കേൾക്കണം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ആചാര്യസ്വാമികൾ ഭഗവത്ഗീതയ്ക്കും ഉപനിഷത്തിനെല്ലാം ഭാഷ്യം എഴുതുന്ന സമയത്ത് അദ്ദേഹം എപ്പോഴും ഉദ്ധരിക്കുന്നൊരു ഉദ്ധരണിയുണ്ട്. ഉദ്ധരണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസമ്പ്രദായവിത്ത് മൂർഖവത്ത് ഉപേക്ഷണീയം എന്ന് പറയും. സമ്പ്രദായം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗ്രന്ഥങ്ങൾ ഒരു ആചാര്യരിൽ നിന്ന് ശ്രവിക്കണം. നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ അറിവിനനുസരിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരാൾ പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ വ്യാപ്തി മനസ്സിലാകും. അതെങ്ങനെ എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത് എന്ന് നമുക്കറിയാം. പിന്നെ മാത്രമല്ല, ആചാര്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആചാര്യനുണ്ട്. ഇതൊരു പരമ്പരയാണ്. അത് സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരു പരമ്പര. അപ്പം അങ്ങനെ പരമ്പരയാ വന്നിട്ടുള്ള ഒരു ആചാര്യനിൽ നിന്ന് ഇതെല്ലാം ശ്രവിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രവിച്ച് മനനം ചെയ്ത് വിചാരം ചെയ്യാം. അതിന് വേണ്ടതുപോലെ വിചാരം ചെയ്ത് ഉറപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ വിഷാദ യോഗത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാനായിട്ട് സാധിക്കും. അപ്പോൾ അർജുനൻ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരാണ്. അവിടെ അർജുനൻ എന്നുള്ള ഒരു വ്യക്തി നമ്മൾ ഓരോരുത്തരാണ്. കൃഷ്ണൻ എന്നുള്ളത് ആചാര്യനാണ് അവിടെ. അപ്പോൾ ആ ആചാര്യനിൽ നിന്ന് വേണ്ടതുപോലെ നമ്മൾ ശ്രവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ദുഃഖത്തിൽ നിന്ന് നമുക്ക് കരകയറാനായിട്ട് സാധിക്കും. അങ്ങനെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആത്മശക്തിയുടെ, ആത്മവിശ്വാസത്തിൻ്റെ, ആത്മവികാസത്തിൻ്റെ പുതിയ വെളിച്ചം പകരട്ടെ ഭഗവത്ഗീത. വളരെ നന്ദി സ്വാമിജി, ഇത്രയും സമയം ഈ വിഷയങ്ങൾ സംബന്ധിച്ച്.